എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സി എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus ബുള്ളറ്റ് വയർലെസ് സിയുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിൽ തന്നെ നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന ആക്ച്വലി ഈ ഒരു ഇയർഫോണിൻ്റെ ഫോട്ടോ അല്ല, അതിന് പകരം നമ്മുടെ ഈ ഒരു OnePlus എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന് കാരണം തന്നെ ഈ ഒരു വൈറ്റ് കളറിൽ റെഡ് ടെക്സ്റ്റ് തന്നെയാണ്. ഏറ്റവും മുകളിൽ നോക്കുകയാണെങ്കിൽ OnePlusൻ്റെ ലോഗോ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ ഫോട്ടോയും കാണാൻ സാധിക്കും. സൈഡിൽ നോക്കുവാണെങ്കിൽ ബുള്ളറ്റ് വയർലെസ് സി എന്നാണ് രണ്ട് സൈഡിലും എഴുതിയിരിക്കുന്നത്. പുറകുവശത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 6 കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നാമത് എഴുതിയിരിക്കുന്നത് വാട്ട് ചാർജ്, അതായത് 10 മിനിറ്റ് കൊണ്ട് OnePlusൻ്റെ മൊബൈൽ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ഫാസ്റ്റ് ചാർജർ കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ ലിസണിങ് ടൈം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് പറയുന്നത് ലോങ് ബാറ്ററി ലൈഫാണ്. നമ്മൾ 100% ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 hours ലിസണിങ് ടൈം നമുക്ക് ലഭിക്കും. മാഗ്നറ്റിക് കൺട്രോളാണ് അടുത്തതായിട്ടുള്ളത്. അതായത് നമുക്ക് റിയൽമി ബഡ്സ് വയർലെസ്സിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും സ്വിച്ച് ഓൺ ഓഫ് ബട്ടൺ ഇല്ല. അതിന് പകരം നമ്മുടെ ഡ്രൈവേഴ്സ് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുകയും അതുപോലെ തന്നെ ഒരുമിപ്പിക്കുകയാണെങ്കിൽ അത് ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ക്വിക്ക് സ്വിച്ച് ആൻഡ് ലോ ലാറ്റൻസി മോഡ് എന്നുള്ളതാണ്. എന്തായാലും ഈ 2 കാര്യങ്ങൾ ഞാനിത് അൺബോക്സ് ചെയ്തതിന് ശേഷം പറഞ്ഞുതരാം. ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2190 ആണ്. എന്നാൽ നമുക്ക് ഓൺലൈനിൽ ഇത് 2000 രൂപയ്ക്ക് 1999 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ജൂലൈ 2020 ആണ്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു ബോക്സാണ്. എന്തായാലും കണ്ടോ, ഇതാണ് നമ്മുടെ ബുള്ളറ്റ് വയർലെസ് സി എന്ന് പറയുന്ന ബ്ലൂടൂത്ത് ഇയർഫോൺ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഗൈഡാണ്, അതുപോലെ തന്നെ ആക്സസറീസും. USB Type C കേബിളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമാകുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് ഇയർ ടിപ്പുകളാണ്, അല്ലാതെ കുറച്ച് പേപ്പർ ബോക്സുകളുമാണ്. അപ്പോൾ അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സോഫ്റ്റ് റബ്ബർ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്രീമിയം ലെവലിലുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ 2 കമ്പാർട്ട്മെൻറ്റ്സുകളും പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഇട സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെ OnePlus എന്ന് അവർ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലൊരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നെക്ക് ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് കൺട്രോൾ ആണ്. അതായത് ഓൺ ഓഫ് ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്, ഈ ഡ്രൈവേഴ്സ് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഓൺ ആവുന്നത്. ഡ്രൈവേഴ്സ് അടുപ്പിക്കുമ്പോഴത്തേക്ക് ഓഫ് ആവുന്നതായിരുന്നു. അപ്പോൾ ഇതെന്താണ് ബട്ടൺ എന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ കണ്ടു വരും. എന്നാലും ഞാനിവിടെ 2 ഫോണുകളിൽ, അതായത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ASUSൻ്റെ ROG 2, രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് റിയൽമി XT, ഈ 2 മൊബൈൽ ഫോണുകളിലും ഞാൻ നമ്മുടെ ബുള്ളറ്റ് വയർലെസ് സി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെയർ ചെയ്തിട്ടുണ്ട്. ഒന്നിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ആക്റ്റീവാണ്, കണക്റ്റഡ് ആണ്. രണ്ടാമത്തേലും നമുക്ക് കാണുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും പെയർഡിലാണ്, പക്ഷേ അത് ആക്റ്റീവ് അല്ല. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോവുകയാണ്, ഈ ഒരു സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുവാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, കണ്ടോ? ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് OnePlus ബുള്ളറ്റ് വയർലെസ് സി ഇൻ യൂസ്, അതായത് നമ്മുടെ റിയൽമി XTയിൽ ഇൻ യൂസ് ആണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് 100% ആണ്. ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ROGയിലിട്ട് സ്വിച്ച് ഓവറായി. ഇതാണ് ഈ ഒരു ക്വിക്ക് സ്വിച്ച് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്തായാലും 2 ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്വിച്ചിൻ്റെ ഉപയോഗം വളരെ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരെണ്ണം നമ്മൾ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യണം, നമ്മൾ ആ ഡിവൈസിൽ പോയിട്ട് ബ്ലൂടൂത്ത് എപ്പോഴും ഓഫ് ഓണും ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഇതാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് USB Type C പോർട്ടാണ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഇതിനകത്ത് അവർ Type C അപ്ഡേറ്റ് ചെയ്തത്. ഇനി താഴോട്ട് നോക്കുവാണെങ്കിൽ ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു വയറിലും കൊടുത്തിരിക്കുന്നത്. കൂടാതെ കൺട്രോൾ പാനൽ നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് വോളിയം ഡൗൺ ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ
ഏറ്റവും താഴെയായിട്ട് വോളിയം അപ്പ് ബട്ടൺ കാണാൻ സാധിക്കും. ഇനി ഏറ്റവും നടുക്കായിട്ട് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻസ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണാണ് സഹായിക്കുന്നത്. ഇനി ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 9.2 mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ക്വാളിറ്റി തന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ഒരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിക്ക് തന്നെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് തരുന്നുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ദൂരോട്ട് മാറി നിന്ന് സംസാരിച്ചാലും ഇതിൻ്റെ കണക്ടിവിറ്റി ലോസ്റ്റ് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഞാൻ 2-3 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞില്ല ഞാൻ ഈ ഒരു നെക്ക് ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ അതിന് ശേഷം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെയാണ് അവർക്ക് ഔട്ട്പുട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്ക് ക്വാളിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്തായാലും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ലഭിക്കുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ റിയൽമി ബഡ്സ് വയർലെസിൻ്റെ റിവ്യൂ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ അതിനകത്ത് ആ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിനെ കുറിച്ച് പറഞ്ഞത് ആ സെയിം സാധനം തന്നെ ഞാൻ ഇവിടെയും പറയുവാണ്. ഇതിൽ നിന്നും ലഭിക്കുന്നത്, അതായത് ബുള്ളറ്റ് വയർലെസ് സി എന്ന് പറയുന്ന ഈ ഒരു നെക്ക് ബാൻഡിൽ നിന്നും ലഭിക്കുന്നത് സ്റ്റുഡിയോ ക്വാളിറ്റി ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് തന്നെ ബാസ് ലവേഴ്സ് ഈ ഒരു നെക്ക് ബാൻഡ് മേടിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അതല്ല, നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നെക്ക് ബാൻഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് മേടിക്കാം. അതല്ല, ഒരു മീഡിയം ലെവലിലുള്ള ബാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് മേടിക്കാൻ കിട്ടും. അവരും വലിയ ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവത്തില്ല. പക്ഷേ നല്ല ബാസാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഇത് മേടിക്കരുത്. അവർ ഉറപ്പാണ് 100% ഡിസപ്പോയിൻറ്റഡ് ആവും. ഇനി നിങ്ങളൊരു 90 മുതൽ 100% മുകളിൽ വരെ ജസ്റ്റ് ഒന്ന് സൗണ്ട് അപ്പ് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ഒരു പൊടിക്ക് ബാസ് ഒന്ന് ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് എപ്പോഴും 100% അല്ലെങ്കിൽ 90% കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചെവിയൊക്കെ അടിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാസ് ലവേഴ്സ് ഇത് മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കുക. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു നെക്ക് ബാൻഡ് 2000 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ക്വാളിറ്റി വൈസ്, അതായത് നമ്മുടെ ഫിസിക്കലി ഉള്ള ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിലും നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിലും രണ്ടിലും ഞാൻ നല്ല ഇംപ്രസ്ഡ് ആണ്. എന്തായാലും ഞാൻ ഈ ഒരു നെക്ക് ബാൻഡ് റേറ്റ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും 5-ൽ 4 സ്റ്റാർ ഉറപ്പാണ്, തീർച്ചയായും കൊടുത്തിരിക്കും. 5 സ്റ്റാർ എന്തായാലും കൊടുക്കാനായിട്ടില്ല. 4 അല്ലെങ്കിൽ ഒരു 4.5 കൊടുക്കുന്നതിലും തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിൽ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് റിയൽമി ബഡ്സ് വയർലെസ് ആണ്. ബഡ്സ് വയർലെസ്സിന് ഇത്തിരി കൂടി ബാസ് കൂടുതലാണ്. സ്റ്റുഡിയോ ഔട്ട്പുട്ട് ആണെങ്കിൽ പോലും നമുക്ക് ഇത്തിരി കൂടി ബാസ് ഈ ഒരു റിയൽമി ബഡ്സ് വയർലെസ്സിന് ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് അത്രയ്ക്കും ഇല്ല എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. റിയൽമി ബഡ്സ് വയർലെസ്സിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 1800 ആണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 2000 ആണ്. എന്തായാലും ഈ ഒരു നെക്ക് ബാൻഡും റിയൽമി ബഡ്സ് വയർലെസ്സും തമ്മിലുള്ളൊരു കമ്പയറിംഗ് വീഡിയോ ഉറപ്പായിട്ടും അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് സി എന്ന് പറയുന്ന നെക്ക് ബാൻഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എന്തായാലും 2000 രൂപയ്ക്ക് അകത്ത് നിങ്ങളൊരു നെക്ക് ബാൻഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ഇതിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.